രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രമഗോചരം. രാമായണ പൊരുളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശരഥ മഹാരാജാവ് ചെയ്ത പുത്രകാമേഷ്ടിയെക്കുറിച്ചുള്ള കഥ നമ്മൾ കേട്ടു. തൻ്റെ ധർമ്മപത്നിമാർക്ക് ദശരഥ രാജാവ് പായസം കൊടുത്ത കഥയാണ്. പുത്രസങ്കല്പത്തിൽ ദേവതകൾ അനുഗ്രഹിച്ച് നൽകിയ ആ വിശിഷ്ടമായ പ്രസാദം ദശരഥൻ തൻ്റെ ധർമ്മപത്നിമാർക്ക് വിതരണം ചെയ്ത ആ രീതി പല രാമായണങ്ങളിലും പല വിധത്തിലാണ് പറയുന്നത്. അധ്യാത്മരാമായണത്തിലും വാത്മീകി രാമായണത്തിലും ഈ കഥ എങ്ങനെയാണ് ചെറിയ വ്യത്യാസത്തോടെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. വളരെ പ്രസിദ്ധമായിരിക്കുന്ന നമ്മളെല്ലാം കേട്ടിരിക്കുന്ന കഥയാണിത്. ദശരഥ മഹാരാജാവ് പായസപാത്രത്തിൽ നിന്ന് പകുതി കൗസല്യയ്ക്ക് കൊടുത്തു, പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോഴാണ് സുമിത്രയുടെ വരവ്. സുമിത്രയും തനിക്കൊരു പുത്രൻ ഉണ്ടാകണം എന്നാഗ്രഹിച്ച് ആ പ്രസാദത്തിനായി കാത്തു നിന്നപ്പോൾ കൗസല്യാദേവി തനിക്ക് കിട്ടിയതിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അത് കണ്ട് കൈകേയിയും തനിക്ക് ലഭിച്ചതിൽ നിന്ന് അർദ്ധഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. കൗസല്യായൈ സ കൈകേയൈ അർത്ഥമർത്ഥം പ്രയത്നത തതസുമിത്രാ സംപ്രാപ്ത ജഗൃഘ്നു പൗത്രികം ചരും. കൗസല്യാതു സ്വഭാഗാർത്ഥം ദദൗ തസ്യൈ മുദാന്വിതാം കൈകേയീ ച സ്വഭാഗാർത്ഥം ദദൗ പ്രീതി സമന്വിതാ ഉപഭുജ്യ ചരും സർവാ സ്ത്രിയോ ഗർഭസമന്വിതാഃ. സുമിത്രയ്ക്ക് കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് പപ്പാതി കൊടുത്തു എന്ന് അധ്യാത്മരാമായണം പറയുമ്പോൾ വാത്മീകി രാമായണത്തിൽ ഈ കഥ വർണ്ണിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. കൗസല്യായൈ നരപതി പായസാർത്ഥം ദദൗ തദാ. കൗസല്യയ്ക്ക് ദശരഥ മഹാരാജാവ് ആ പായസത്തിൽ നിന്ന് പകുതി കൊടുത്തു. അർത്ഥാദർത്ഥം ദദൗ ചാപി സുമിത്രായൈ നരാധിപ. അതിൽ നിന്ന് പകുതി എടുത്ത് ദശരഥ മഹാരാജാവ് സുമിത്രയ്ക്ക് കൊടുത്തു. കൈകേയൈ ചാവശിഷ്ടാർത്ഥം ദദൗ പുത്രാർത്ഥകാരണാത്. പിന്നെയും പകുതിയെടുത്ത് കൈകേയിക്ക് കൊടുത്തു. പ്രദദൗ ചാവശിഷ്ടാർത്ഥം പായസസ്യാമൃതോപമം അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതി. അപ്പോൾ ആദ്യം പായസത്തിൽ നിന്ന് പകുതി കൗസല്യയ്ക്ക് കൊടുത്തു,
പിന്നെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. പിന്നെയും പായസത്തിൽ നിന്ന് പകുതിയെടുത്ത് കൈകേയിക്ക് കൊടുത്തു. വീണ്ടും ഒരു പകുതി, ബാക്കിയുള്ള പകുതി ഒന്ന് ചിന്തിച്ച് അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതിഹി, നന്നായി ഒന്ന് ചിന്തിച്ച് സുമിത്രയ്ക്ക് കൊടുത്തു. ഏവം താസാം ദദൗ രാജ ഭാര്യാണാം പായസം പൃഥക്. പ്രത്യേകം പ്രത്യേകം ഭാര്യമാർക്ക് ദശരഥ മഹാരാജാവ് പായസം കൊടുത്ത ആ രംഗമാണ് വാത്മീകി വർണ്ണിച്ചത്. നമുക്കിവിടെ പ്രസിദ്ധമായ കഥയിൽ കൗസല്യയുടെയും കൈകേയിയുടെയും ആ പ്രസാദത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു എന്ന് വർണ്ണിക്കുമ്പോൾ വാത്മീകി രാമായണകാരൻ ദശരഥൻ തന്നെ നേരിട്ട് ആദ്യം കൗസല്യയ്ക്കും പിന്നെ സുമിത്രയ്ക്കും പിന്നെ കൈകേയിക്കും വീണ്ടും പകുതിയെടുത്ത് ബാക്കിയുള്ളതെടുത്ത് സുമിത്രയ്ക്കും കൊടുത്തു എന്നാണ് വർണ്ണന. ഈ പ്രസാദം കൊടുത്ത രംഗം ഇത്രത്തോളം എടുത്ത് വർണ്ണിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി അവർക്കുണ്ടാകുന്ന പുത്രന്മാർ തമ്മിലുള്ളതായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പായസദാന കഥ. അതുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. പിന്നെ വ്യത്യസ്ത രാമായണങ്ങളിൽ ഈ കഥകൾ എന്തിനാണ് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാമകഥ യഥാർത്ഥത്തിൽ വാത്മീകി രാമായണം എഴുതുന്നതിന് മുമ്പേ തന്നെ ഇവിടെ പ്രചരിച്ചിരുന്ന ഒന്നാണ്. നമ്മൾ കണ്ടതാണ്, വാത്മീകി രാമായണം രചിച്ചത് രാമൻ്റെ രാജ്യപരിപാലനം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. വാത്മീകി രാമായണത്തിലൂടെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, വാത്മീകി രാമായണം രചിച്ചത് പോലും ഈ രാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ വലിയൊരു അപവാദം, ആ അപവാദത്തെ ഇല്ലാതാക്കി രാമനെയും സീതയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം അവിടെ എടുത്ത് പറയുന്നുമുണ്ട്. അതിനെ കുറച്ചുകൂടി പ്രതീകാത്മകമായി വർണ്ണിച്ചതാണ് ക്രൗഞ്ചമിഥുനങ്ങളുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനെ നോക്കി, നിനക്ക് നിന്റെ ഈ പ്രവൃത്തിക്ക് സ്ഥിരപ്രതിഷ്ഠ ഇല്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം എന്ന രാമായണത്തിൻ്റെ കാരണമായ ആദ്യ ശ്ലോകം, വാത്മീകിയിൽ നിന്ന് ഉണർന്നൊഴുകിയതായ ആ താളനിബദ്ധമായ ആ ശ്ലോകത്തെ അനവധി രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. രാമായണ കഥയെ മുഴുവനും ഉൾക്കൊള്ളുന്ന രീതിയിലും രാമാവതാരത്തിൻ്റെ രഹസ്യം വെളിച്ചപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നതായി കാണാം. ആൺകിളിയാണ് അമ്പേറ്റ് വീഴുന്നത്. ആ ആൺകിളിയുടെ വിരഹദുഃഖത്തിൽ ചിറകിട്ടടിച്ച് പറന്ന് കരയുന്ന പെൺപക്ഷിയുടെ ആ ശോകമാണ് വാത്മീകിയുടെ ഹൃദയത്തിൽ ആ ശോകം തൻ്റെ ശോകമായി താതാത്മ്യഭാവം പൂണ്ട് ശ്ലോകമായി പരിണമിച്ചത് എന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ചിറകിട്ടടിച്ച് കരയുന്ന ആ പെൺപക്ഷിയെ സീതയായി പ്രതീകാത്മകമായി ചിലർ വർണ്ണിക്കാറുണ്ട്. വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന ഗർഭിണിയായ സീതാദേവിയുടെ കഥ അതിനെ പ്രതീകാത്മകമായി ഈ ഇണക്കിളികളുടെ കഥയായി ആവിഷ്കരിച്ചുവെന്നും വാത്മീകിയിൽ നിന്ന് രാമായണം ഉണർന്നൊഴുകാനുണ്ടായ ആ രാമനും സീതയും തമ്മിലുള്ള വേർപാടിൻ്റെ കഥയുടെ ആവിഷ്കാരമാണ് അത് എന്നും പറയാറുണ്ട്. ഇതൊന്നുമല്ലാതെ അനവധി രാവണ മണ്ഡോദരി ചരിത്രമായും അതുപോലെ തന്നെ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ സീതയായി അവതരിച്ചു എന്നുള്ള ദാർശനിക തത്വമായും എല്ലാം ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം രാമായണത്തിലെ ഓരോ രംഗങ്ങളും വ്യത്യസ്തമായിരിക്കുന്നതായ അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ടായിരിക്കണം
പല പല രാമായണങ്ങളിലും ഇത്തരത്തിലുള്ള രംഗങ്ങൾ പല വിധത്തിൽ വർണ്ണിച്ചു കാണുന്നത്. എന്തായാലും പുത്രകാമേഷ്ടിയുടെ ഫലമായി ലഭിച്ച ആ ദേവപ്രസാദം ഭുജിച്ചു കഴിഞ്ഞപ്പോൾ, യഥാകാലം എത്തിയപ്പോൾ ദശരഥ പത്നിമാർ ഗർഭം ധരിച്ചു. സാക്ഷാൽ ഭഗവാൻ തന്നെ അവർക്ക് പുത്രഭാവത്തിൽ അവതരിക്കുകയായി. സാക്ഷാൽ ശ്രീരാമൻ അവതരിച്ച ഈ രംഗം വർണ്ണിക്കുന്നത് ദശരഥ മഹാരാജാവിൻ്റെ ധർമ്മപത്നിയായ കൗസല്യാദേവിയുടെ മുൻപിൽ സാക്ഷാൽ ആദിനാരായണമൂർത്തി പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ദശരഥൻ്റെയും കൗസല്യയുടെയും പൂർവജന്മ രഹസ്യത്തെ വെളിച്ചപ്പെടുത്തുന്ന രീതിയിലാണ്. കൗസല്യയ്ക്ക് സാക്ഷാൽ നാരായണൻ തന്നെ പുത്രനായി ജനിച്ചു. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഒരു കൊച്ചു കുഞ്ഞായി രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് കൗസല്യാദേവിക്ക് ഭഗവാൻ ദർശനം കൊടുക്കുന്നു. ആ നാരായണ സ്വരൂപം കണ്ട് ദേവി കൗസല്യാദേവി സ്തുതിക്കുകയാണ്. ദേവദേവ നമസ്തേസ്തു ശംഖചക്രഗദാധര പരമാത്മാച്യുതോനന്ദ പൂർണസ്ത്വം പുരുഷോത്തമ. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ തന്നെ പുത്രനായി ജനിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം മറ്റെന്താണ്? അല്ലെങ്കിലും ബ്രഹ്മം ജനിക്കുന്നു എന്ന് പറയുന്നതിലെ അയുക്തി, ജനനമില്ലാത്ത ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഒരു ലീല മാത്രമാണ് എന്ന് കൗസല്യാസ്തുതിയിൽ വർണ്ണിച്ചിരിക്കുന്നു. ആ സ്തുതിയുടെ അവസാനം കൗസല്യാദേവിയുടെ ഒരു അഭ്യർത്ഥനയാണ്. ഉപസംഹര വിശ്വാത്മന്നദോ രൂപമലൗകികം ദർശയസ്വ മഹാനന്ദബാലഭാവം സുകോമളം ലളിതാലിംഗനാലാപൈസ്തരിഷ്യാദ്യുൽക്കടം തമഃ. അങ്ങയുടെ ഈ വിശ്വോത്തരമായിരിക്കുന്ന മനമോഹനമായ വിഷ്ണു സ്വരൂപത്തെ ഉപസംഹരിച്ചാലും, എന്നിട്ട് എന്നെപ്പോലെ ഒരു മാതൃഹൃദയത്തിന് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ മനുഷ്യ ശിശുവായി രൂപം പ്രാപിച്ചാലും, അങ്ങനെ എനിക്ക് പുത്രനായി വരുന്ന അങ്ങയെ ലാളിച്ച് അങ്ങയിലുള്ളതായ വാത്സല്യഭാവത്തിലൂടെ എനിക്കെൻ്റെ സംസാര ദുഃഖങ്ങളെ തരണം ചെയ്യാനുള്ള അനുഗ്രഹം തന്നാലും എന്നിങ്ങനെ കൗസല്യാസ്തുതിയുടെ സാരം. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ആ പരമാത്മഭാവനെ പുത്രനായി ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അമ്മയുടെ സ്തുതി. അതുകൊണ്ട് തന്നെ ഈ സ്തുതി വളരെ വിശേഷ രൂപേണ അധ്യാത്മരാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാന്റെ ജനന സമയത്ത് എങ്ങനെയായിരുന്നു ഗ്രഹങ്ങളും ദേവതകളും ഒക്കെ നിലകൊണ്ടിരുന്നത്? മധുമാസേ സിതേ പക്ഷേ നവമ്യാം കർക്കടേ ശുഭേ പുനർവസൃക്ഷസഹിതേ ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ മേഷം പൂഷണി സംപ്രാപ്തേ പുഷ്പവൃഷ്ടി സമാകുലേ ആവിരാസി ജഗന്നാഥ പരമാത്മാ സനാതനഃ. സനാതന സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹം അവതരിക്കുന്ന സമയത്ത് 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു. പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ കർക്കടക ലഗ്നത്തിൽ ഭഗവാൻ അവതരിച്ചു.
ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി, കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം, അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും, വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. രാമാവതാര സമയത്തുള്ളതായ ഗ്രഹനില വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു അധ്യാത്മരാമായണത്തിൽ. ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥരായി നിൽക്കുന്ന സമയത്തിങ്കൽ രാമൻ അവതരിച്ചു എന്ന് വർണ്ണിച്ചുകൊണ്ട് കൗസല്യാദേവിയുടെ ആ പ്രാർത്ഥന അത് സഫലീകരിക്കുന്നതിനായി ഭഗവാൻ മായയെ ആശ്രയിച്ച് അതിദിവ്യമായിരിക്കുന്ന ശോഭയോടുകൂടി ഒരു മനുഷ്യ ശിശുവായി രൂപം പ്രാപിച്ചു. അടുത്തടുത്ത ദിവസങ്ങളിൽ കൈകേയിക്ക് ഭരതൻ ജനിച്ചു, സുമിത്രയ്ക്ക് ശത്രുഘ്നനും ലക്ഷ്മണനും ജനിച്ചു. സാക്ഷാൽ നാരായണൻ തന്നെ കൗസല്യാനന്ദനായി അവതരിച്ചപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ ശംഖ്, ചക്രം, മഹാവിഷ്ണു പള്ളികൊള്ളുന്നതായ ധാമമായ അനന്തൻ, ഇവരാണ് അനുജഭാവത്തിൽ അവതരിച്ചത് എന്നും പറയുന്നു. ശംഖ് ഭരതനായും ചക്രം ശത്രുഘ്നനായും സാക്ഷാൽ അനന്തമൂർത്തി ലക്ഷ്മണനായും അവതരിച്ചു. ഇങ്ങനെ രാമാവതാര കഥ രാമായണത്തിൽ വർണ്ണിച്ചു. ഈ കുട്ടികൾ അയോധ്യയിൽ അച്ഛനമ്മമാർക്ക് എന്തെന്നില്ലാത്തതായ ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് വളർന്ന ചരിത്രം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൽ ബാലലീലയായി വർണ്ണിച്ചിട്ടുണ്ട്. രാമായണം ദേവന്മാരുടെ ഹിതമനുസരിച്ച് ഭൂമിയിൽ അവതാരം കൈക്കൊണ്ട മനുഷ്യനായി അവതരിച്ച ഈശ്വരൻ്റെ കഥ പറയുന്നു എന്ന ഭാവേന നോക്കിക്കാണുമ്പോൾ മാത്രമേ ഈ കഥകളെ നമുക്ക് ഹൃദയത്തിൽ ഭക്തി നിറയും വിധം ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും രാമായണ കഥയെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നവർ, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ മാതൃകാപുരുഷോത്തമനായി അവതരിച്ച രാമൻ, വാത്മീകിയുടെ രാമൻ വെറുമൊരു മനുഷ്യനാണ് എന്നും അധ്യാത്മരാമായണത്തിലേക്ക് എത്തുമ്പോൾ ആ രാമൻ ഈശ്വരാവതാരമായി മാറുന്നു എന്നും ഒക്കെ പലപ്പോഴും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും. പക്ഷേ വാത്മീകി രാമായണത്തിലായാലും അധ്യാത്മരാമായണത്തിലായാലും ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാമായണങ്ങളുണ്ടോ, ഏത് രാമായണങ്ങളായാലും രാമാവതാരം ദശരഥ മഹാരാജാവ് സന്തത്യർത്ഥം നടത്തിയതായ പുത്രകാമേഷ്ടിയുടെ ഫലമായി ദേവതകൾ നൽകിയ പായസം ഭുജിച്ച് ദശരഥ പത്നിമാരിൽ നിന്ന് ഈശ്വരസ്വരൂപികളായി അവതരിച്ച രാജകുമാരന്മാരുടെ കഥയായിട്ട് തന്നെയാണ് വർണ്ണിക്കുന്നത്. സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. വിവസ്വാൻ്റെ വംശപരമ്പരയായി ഇക്ഷ്വാകു, ദൃഷ്ടൻ, ദിഷ്ടൻ, കരൂഷൻ, നഭകൻ, നാഭാകൻ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അനവധി രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഈ വംശവിസ്താരത്തിൽ വർണ്ണിച്ചു പോകുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലും നവമസ്കന്ധത്തിൽ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ രാമായണം പാടിയിട്ടുണ്ട്. രാമായണം
രാമൻ്റെ കഥ പാടാത്ത ഒരു പുരാണവുമില്ല. ശ്രീമദ് ഭാഗവതത്തിലാകട്ടെ രാമൻ ജനിച്ച് രാമൻ ചെയ്തതായ അത്ഭുത കൃത്യങ്ങളെയൊക്കെ, രാമായണ കഥയെയൊക്കെ ചുരുക്കി ഒറ്റ ശ്ലോകത്തിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട്. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാമജിത പഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛൂർപ്പണഖ്യാ പ്രിയ വിരഹരുഷാരോപിത ഭ്രൂവിജൃംഭ ത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്നഃ. കോസല രാജാവായ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നാണ്. എങ്ങനെയുള്ള ശ്രീരാമൻ? സ്വന്തം അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി അനുജനോടും ധർമ്മപത്നിയോടുമൊപ്പം താമരപ്പൂ പോലെയുള്ള മനോഹരമായ പാദം കൊണ്ട് കാട് മുഴുവൻ നടന്ന് പിന്നീട് രാക്ഷസക്കൂട്ടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരഹിതമനുസരിച്ച് ശൂർപ്പണഖയെ വിരൂപയാക്കി തൻ്റെ ധർമ്മപത്നിയെ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അതിൽ വിരഹാർത്തനായി മായയെ ആശ്രയിച്ച് ദുഃഖം നടിച്ച് പിന്നീട് സമുദ്രത്തെ സേതുബന്ധനം ചെയ്ത് മറികടന്ന് ലങ്കയിലെത്തി രാക്ഷസ വംശത്തെ തന്നെ മുടിച്ച ആ കോസല രാജാവായ ശ്രീരാമചന്ദ്രസ്വാമിയെ അവിടെ വണങ്ങുന്നു. ഞാൻ ഈ പറഞ്ഞത് യുക്തിയോടുകൂടി പുരാണ കഥകളെ സമീപിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ചില ആളുകളുണ്ട്. യുക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് യോജിക്കുന്നതെന്തോ അതിനെയാണ് സാമാന്യമായി യുക്തി എന്ന് പറയുക. ഒരു കഥ നാം കേൾക്കുമ്പോൾ ആ കഥ നമുക്ക് ആസ്വാദ്യകരമായി തീരുന്നത് ആ കഥയിലേക്ക് നമ്മുടെ ഹൃദയം ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മളെ സ്പർശിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ആ കഥയിൽ ഉണ്ടാകുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിച്ച് നമ്മിലേക്ക് അനുഭൂതിയായി ആ കഥ ഉണർന്നൊഴുകുന്നു. ഇവിടെ രാമകഥയുടെ യുക്തി എന്ന് പറയുന്നത് ഭക്തിയാണ്. ഈശ്വരൻ മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിൽ അവതരിച്ച് അമാനുഷികങ്ങളായിരിക്കുന്ന അനവധി കർമ്മങ്ങൾ ചെയ്ത് അത് ഗാഥകളായി ലോകത്ത് നിറഞ്ഞു. കാവ്യങ്ങളായി, നാടകങ്ങളായി, പുരാവൃത്തങ്ങളായി, പലതരം ഐതിഹ്യങ്ങളായി, ദേശങ്ങളിലെ ചില പ്രത്യേക സ്ഥാനങ്ങളുടെ മഹിമകളായി, ക്ഷേത്ര ഐതിഹ്യങ്ങളായി ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായ രാമായണം. ഏത് രാമായണത്തിലും രാമൻ ഈശ്വരൻ തന്നെയാണ്. ആ രാമൻ്റെ ദിവ്യമായിരിക്കുന്ന കഥകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള ഭക്തി നമുക്കെല്ലാവർക്കും ആ ഭഗവാൻ തന്നെ കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമാവതാരത്തിലെ ഇനിയുള്ള കഥകൾ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. രാമ 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 രാമ